ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്യാമവർണ്ണൻ കഥ കേൾക്കാം. ശ്യാമവർണ്ണൻ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്യാമവർണ്ണൻ രചയിതാവ് ദേവദത്ത് പട്നായിക്, മലയാളത്തിൽ വിവർത്തനം ശ്രീലത എസ്, ഓഡിയോ കൃഷ്ണകുമാരി. ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ജരയുടെ അമ്പ്. ക്ഷീണിതനായ ശ്യാം ഒരു പേരാൽ മരത്തിൻ്റെ കീഴെ തൻ്റെ ഇടതുപാദം വലതു തുടയുടെ മേൽ കയറ്റിവെച്ച് വിശ്രമിക്കുകയായിരുന്നു. ഇത് അസാധാരണമാണ്. കാരണം തൻ്റെ വലതുകാൽ തൻ്റെ ഇടതുകാലിൻ്റെ കുറുകെ വെച്ച് നിൽക്കുന്നതാണ് ശ്യാം ഇഷ്ടപ്പെട്ടിരുന്നത്. മരണം ആസന്നമാകുന്നുണ്ട് എന്നറിഞ്ഞ് തൻ്റെ ശരീരത്തിലെ ഭേദ്യമായ ഭാഗം വെളിപ്പെടുത്തുന്നതിന് ആഗ്രഹിച്ചതുപോലെയായിരുന്നു ആ ഇരിപ്പ്. സാമ്പൻ പ്രസവിച്ച ശപിക്കപ്പെട്ട ഇരുമ്പുലക്കയുടെ ഒരു കഷ്ണം പൊടിക്കുവാൻ സാധിച്ചിരുന്നില്ല. അത് കേടുപറ്റാതെ അതേപടി തന്നെ കടലിലേക്ക് എറിയപ്പെട്ടു. ഗോത്രവംശജനായ ജര എന്നു പേരുള്ള ഒരു വേട്ടക്കാരൻ അത് ഒരു മത്സ്യത്തിൻ്റെ വയറിനുള്ളിൽ കാണുന്നതിന് ഇടയായി. അതിൽ നിന്ന് ഉലയിൽ വെച്ച് അറ്റത്ത് വിഷം പുരട്ടിയ ഒരു അമ്പ് അയാൾ ഉണ്ടാക്കി നായാട്ടിന് പോകുകയും ചെയ്തു. ഒരു പേരാൽ മരത്തിൻ്റെ പിന്നിലായി ഒരു മാനിൻ്റെ മൂക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അയാൾ കണ്ടു. അല്ലെങ്കിൽ അത് സമൃദ്ധമായ പച്ചിലച്ചാർത്തുകളുടെ ഇടയിൽ നിന്നുള്ള ഒരു തത്തയുടെ കൊക്കാകാം. സത്യം മനസ്സിലാക്കുന്നതിന് കാത്തുനിൽക്കാതെ അക്ഷമനായ ജര തൻ്റെ അമ്പിന് സ്വാതന്ത്ര്യം നൽകി. അമ്പ് അതിൻ്റെ ലക്ഷ്യത്തിൽ കൊണ്ടു. ശ്യാമിൻ്റെ ഇടതുപാദത്തിൻ്റെ ഉള്ളങ്കാൽ മാംസത്തിൽ അമ്പ് തുളച്ചു കയറിയിരുന്നു. വിഷം ശ്യാമിൻ്റെ കാലുകളിലൂടെ പരക്കുവാൻ തുടങ്ങി. ജീവൻ ഒഴുകിപ്പോകുവാൻ തുടങ്ങി. താൻ എന്താണ് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞതും ജര ശ്യാമിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് ക്ഷമയാചിച്ചു. നിന്റെ മുൻ ജന്മത്തിൽ നീ ബലിയായിരുന്നു. രാമൻ ആയിരുന്നപ്പോൾ നീ സുഗ്രീവനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കവേ ഞാൻ നിന്നെ അമ്പെയ്ത് വീഴ്ത്തി. നീ ഒരു വെറും കുരങ്ങനല്ലേ എന്ന് നിന്നോട് പറയുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ഒരു മാൻ ആണെന്ന് തെറ്റിദ്ധരിച്ച് നീ എന്നെ എയ്തു വീഴ്ത്തി. ഇങ്ങനെയാണ് കർമ്മം പ്രവർത്തിക്കുക, ശ്യാം പറഞ്ഞു. നീ ഒരു അപരാധിയുമല്ല, ഞാൻ ഒരു ഇരയുമല്ല. ഇത് എൻ്റെ മുൻ പ്രവൃത്തികൾക്കുള്ള ഗാന്ധാരിയുടെ ഹൃദയം തകർത്തതുൾപ്പെടെ പ്രപഞ്ചത്തിൻ്റെ അമൂർത്തമായ ഒരു വെറും പ്രതിപ്രവർത്തനം മാത്രമാണ്. ജൈനമത മഹാഭാരതത്തിൽ ജരത് കുമാർ വസുദേവരുടെ പുത്രന്മാരിൽ ഒരാളാണ്. കൃഷ്ണനെ കൊല്ലുന്നതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആൾ താനാണെന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ മധുര വിട്ട് വനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. കൃഷ്ണനെ ഒരു മാൻ ആണെന്ന് അയാൾ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ വിധി നിറവേറ്റപ്പെടുന്നു. കൃഷ്ണൻ്റെ ചരമത്തെക്കുറിച്ച് പാണ്ഡവരോട് ജരത് കുമാർ പറയുമ്പോൾ അവർ അയാളെ തങ്ങളുടെ രാജ്യത്തിൻ്റെ രാജാവാക്കി ലോകത്തിൽ നിന്ന് വിടുതൽ നേടുന്നു. ബുദ്ധമതക്കാരുടെ ഘടജാതക കഥയിൽ ജര എന്നു പേരുള്ള ഒരു വേടനാൽ വസുദേവനും കൊല്ലപ്പെടുന്നുണ്ട്. രാമൻ എന്ന നിലയ്ക്ക് വിഷ്ണുവിൻ്റെ ഭൂമിയിലെ ജീവിതം അവസാനിക്കുന്നത് വെള്ളത്തിലേക്ക് അയാൾ നടന്നു നീങ്ങുകയും പിന്നെ വീണ്ടും പൊങ്ങി വരാതിരിക്കുകയും ബ്രാക്കറ്റിൽ ജലസമാധി ചെയ്താണ്. കൃഷ്ണൻ എന്ന നിലയ്ക്ക് വിഷ്ണുവിൻ്റെ ഭൂമിയിലെ ജീവിതം അവസാനിക്കുന്നത് അയാൾ ഒരു അമ്പുകൊണ്ട് എയ്തു വീഴ്ത്തപ്പെടുമ്പോഴാണ്. രണ്ട് ഇതിഹാസങ്ങളും ഭൂമിയിലുള്ള ദൈവിക അസ്തിത്വങ്ങളോട് മരണം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഉദ്ധവഗീത അടുത്ത ഭാഗം. പ്രവാസത്തിൽ സംഭവിച്ച ദുരന്തത്തിൻ്റെ വാർത്ത ദ്വാരാവതിയിലും എത്തി. അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ശ്യാമിൻ്റെ പത്നിമാർ അയാളുടെ സുഹൃത്ത് ഉദ്ധവനെ അങ്ങോട്ടയച്ചു. ഉദ്ധവൻ കടൽത്തീരത്തെത്തി. കടൽപ്പുറം അന്തകൻ, വൃഷ്ണി, ഭോജൻ എന്നിവരുടെ വംശങ്ങളിൽപ്പെട്ട യോദ്ധാക്കളുടെ ഉലക്കയടിയേറ്റ ശവശരീരങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതും
അവയുടെ സാന്നിധ്യവും ഗന്ധവും നായ്ക്കളെയും കാക്കകളെയും ആകർഷിക്കുന്നതും അയാൾ കണ്ടു. വളരെ കാലം മുമ്പ് കുരുക്ഷേത്രത്തിലും അത് ഇങ്ങനെ തന്നെയായിരുന്നു. ഗാന്ധാരിയുടെ ശാപം യാഥാർത്ഥ്യമായി. ഉദ്ധവൻ ബലരാമൻ്റെ ശരീരം ജീവനറ്റ് കടലിനോട് ചേർന്ന് കണ്ടു. അല്പം മാറി ഒരു പേരാലിൻ്റെ താഴെ ശ്യാം തൻ്റെ ഇടത് ഉള്ളംകാലിലുള്ള മുറിവിൽ നിന്ന് ജീവൻ മെല്ലെ തെന്നി ഊർന്നു പോയിക്കൊണ്ടിരിക്കും പോലെ തോന്നിപ്പിക്കുമാറ് ശാന്തനായി മണ്ണിൽ കിടക്കുന്നതായും അയാൾ കണ്ടു. അങ്ങേക്ക് ഇങ്ങനെ ശാന്തനായിരിക്കുവാൻ എങ്ങനെ കഴിയുന്നു? ഉദ്ധവൻ ചോദിച്ചു. കരയുന്ന തൻ്റെ സുഹൃത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് താൻ 24 സംഭവങ്ങളിലൂടെ ഗൃഹസ്ഥനായി ഒരു കുടുംബത്തിൽ കഴിയുമ്പോൾ പോലും ആശാപാശത്താൽ ബന്ധിക്കപ്പെട്ട ഒരു ഗൃഹസ്ഥനെ ഒരു വിരക്തിയായ താപസൻ ഒരു അവധൂതനായി പരിണാമപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് സ്വായത്തമാക്കിയ 24 പാഠങ്ങൾ അയാൾ വെളിപ്പെടുത്തി. ഭൂമിയിൽ നിന്ന് ഞാൻ സഹിഷ്ണുത പഠിച്ചു. കാറ്റിൽ നിന്ന് അനക്കങ്ങൾ എങ്ങനെയാണ് ശ്വാസം സൃഷ്ടിക്കുന്നതെന്ന്, അഗ്നിയിൽ നിന്ന് എല്ലാ വസ്തുക്കളുടെയും ചാരം കാഴ്ചയിൽ ഒരേപോലെ ആയിരിക്കുമെന്ന്, ജലത്തിൽ നിന്ന് ഉന്മേഷത്തെക്കുറിച്ച്, കടലിൽ നിന്ന് അതിൻ്റെ തീരപ്രദേശത്തു നിന്നുള്ള നിയന്ത്രണത്തെപ്പറ്റി, സൂര്യനിൽ നിന്ന് വസ്തുക്കളുടെ ചാക്രിക പ്രകൃതിയെപ്പറ്റി, ചന്ദ്രനിൽ നിന്ന് ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യതിയാനം സംഭവിക്കുന്നതിനെക്കുറിച്ച്, പക്ഷികളെ വേട്ടയാടുന്നവനാൽ പിടിക്കപ്പെട്ട അരയന്നം അതിൻ്റെ ഇണയിൽ നിന്ന് വേർപെട്ടതിലൂടെ നമ്മുടേതല്ലാത്ത തെറ്റുകൊണ്ടും ബന്ധങ്ങൾ അവസാനിക്കാമെന്ന്, കൂടുതൽ വലിപ്പമുള്ള കഴുകന്മാരാൽ നഖങ്ങൾക്കിടയിലുള്ള മാംസത്തിനു വേണ്ടി ആക്രമിക്കപ്പെട്ട അവറ്റയേക്കാൾ വലിപ്പം കുറഞ്ഞ ഗരുഡനിൽ നിന്ന് വിട്ടുകൊടുക്കുന്നതിൻ്റെ ശക്തി, കരടിയാൽ ആക്രമിക്കപ്പെട്ട തേനീച്ചക്കൂട്ടിൽ നിന്ന് പൂഴ്ത്തിവെക്കുന്നതിൻ്റെ ആപത്തിനെപ്പറ്റി, പൂവിനെ നോവിക്കാതെ തേൻ ശേഖരിക്കുന്ന പൂമ്പാറ്റയിൽ നിന്ന് വിശപ്പ് ശമിപ്പിക്കുന്നതിനുള്ള വിവേകപൂർവമായ വഴിയെപ്പറ്റി, അലഞ്ഞു നടക്കുന്ന പാമ്പിൽ നിന്ന് ഒരിക്കലും വിശ്രമം എടുക്കാത്തതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി, പെരുമ്പാമ്പിൽ നിന്ന് അവസരങ്ങൾ നമ്മുടെ വഴിക്ക് വരുന്നതിന് കാത്തിരിക്കുന്നതിനെപ്പറ്റി, തീയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഈയാമ്പാറ്റകളെയും പെണ്ണാനയുടെ മണം അനുഭവിക്കവേ ലൈംഗികമായി ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ സ്വയബുദ്ധി നശിച്ചു പോകുന്ന കൊമ്പനാനയും, വേട്ടക്കാരൻ്റെ പാട്ടിനാൽ കബളിപ്പിക്കപ്പെടുന്ന മാനും, മീൻപിടുത്തക്കാരൻ്റെ ചൂണ്ടയിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന പുഴുക്കളെ കൊണ്ട് പിടിപ്പിക്കപ്പെടുന്ന മത്സ്യവും, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണുകൾ, മൂക്ക്, കാതുകൾ, വായ് എങ്ങനെയാണ് ഈ കഷ്ടപ്പാടിൻ്റെ ദുരിതലോകത്ത് നമ്മെ കെണിയിൽ അകപ്പെടുത്തുന്നതെന്ന്, വിശക്കുമ്പോൾ കരയുകയും സന്തോഷമായിരിക്കുമ്പോൾ ഗളഗള ശബ്ദമുണ്ടാക്കി ചിരിക്കുകയും ചെയ്യുന്ന ശിശുവിൽ നിന്ന് എങ്ങനെയാണ് വികാരങ്ങൾ അല്പായുസ്സുള്ളതും ആവശ്യത്തിൻ്റെ മേലുള്ളതും ആകുന്നതെന്ന്, പാചകക്കാരിയുടെ കൈകളിലെ കിലുങ്ങുന്ന വളകൾ ഒരാൾ നിശബ്ദത തേടുമ്പോൾ എങ്ങനെയാണ് ഏകാന്തത ചങ്ങാത്തത്തേക്കാൾ സ്വീകാര്യമാകുന്നതെന്ന്, പ്രണയികളുടെ അഭിനന്ദനം ആവശ്യപ്പെടുന്ന കന്യകയിൽ നിന്ന് സ്വയം ഭരണാധികാരത്തിൻ്റെ ശക്തി, രാജാവിനെ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ട അമ്പു വിൽപ്പനക്കാരനിൽ നിന്ന് ഏകാഗ്രതയുടെ ശക്തി, എട്ടുകാലിയുടെ വലയിൽ നിന്ന് വസ്തുക്കളുടെ പരസ്പര ബന്ധത്തെപ്പറ്റി, പ്രാണികളുടെ ശമനമില്ലാത്ത മൂളൽ ശബ്ദത്തിൽ നിന്ന് എങ്ങനെയാണ് നിഷേധാത്മക വികാരങ്ങൾ തട്ടിയുണർത്തുന്നതെന്ന്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉദ്ധവൻ ശാന്തചിത്തനായി മാറി. യാദവകുലത്തിൻ്റെ അന്ത്യവും ശ്യാമിൻ്റെ മരണവും അയാൾ അംഗീകരിച്ചു. അയാൾ ആ ദുഃഖകരമായ വാർത്തയുമായി എന്നാൽ സ്വസ്ഥമായ ഹൃദയത്തോടെ ദ്വാരാവതിയിലേക്ക് മടങ്ങി. ഒഡിയ മഹാഭാരതത്തിൽ ദ്വാരകയിലെ കുമാരോത്സവത്തിൻ്റെ വേളയിൽ കൃഷ്ണൻ തൻ്റെ മുഴുവൻ ധനവും ദാനം ചെയ്യുന്നുണ്ട്. പിന്നെ അയാൾ തൻ്റെ കുടുംബത്തെയും പത്നിമാരെയും സന്താനങ്ങളെയും വേർപിരിയേണ്ട സമയമായി എന്നതിൽ താൻ എത്ര ഖിന്നനാണ് എന്ന് അക്രൂരനോട് പറയുകയും ചെയ്യുന്നു. മോക്ഷമാർഗത്തിൻ്റെ 8 വഴി പാത അനുസരിക്കുകയും ആത്യന്തികമായി
ദൈവിക തത്വം മനസ്സിലാക്കുകയും ചെയ്താൽ അയാളും സ്വർഗത്തിൽ എത്തുമെന്ന് കൃഷ്ണൻ അക്രൂരനോട് പറയുന്നുണ്ട്. ഉദ്ധവഗീതയെ ഹംസഗീതം എന്നും വിളിക്കുന്നുണ്ട്. അത് പരിവ്രാജകൻ്റെ ബ്രക്കറ്റിൽ അവധൂതൻ സംഗീതമാണ്. ഒരു പശുവിനും 4 നായ്ക്കൾക്കും ഒപ്പം കാണപ്പെടുന്നവനായി ചിത്രീകരിക്കപ്പെടുന്ന അത്രിയുടെയും അനസൂയയുടെയും പുത്രനായ ദത്തനാണ് ആ പരിവ്രാജകൻ എന്ന് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ബാലക തീർത്ഥം ബ്രക്കറ്റിൽ ബാൽക തീർത്ത് കൃഷ്ണൻ ജരനാൽ അമ്പേൽക്കപ്പെട്ട സ്ഥലം പറയപ്പെടുന്നുണ്ട്. അടുത്ത ഭാഗം അർജുനൻ അവസാന ചടങ്ങുകൾ നിർവഹിക്കുന്നു. പ്രഭാസത്തിൽ സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്ത ഹസ്തിനാപുരത്തിലും എത്തി. അർജുനൻ എത്തിയപ്പോഴേക്കും ശ്യാമിൻ്റെ പിതാവ് വസുദേവൻ ഹൃദയം തകർന്ന് മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ കടൽ കുളിപ്പിച്ചെടുത്ത ശവശരീരങ്ങൾ കിടന്നിരുന്ന പ്രദേശത്തിലൂടെ ഏറെ അലഞ്ഞു നടന്ന് അവസാനം അർജുനൻ കൃഷ്ണൻ്റെ ഭൗതിക ശരീരം പേരാലിൻ്റെ ചുവട്ടിൽ കണ്ടെത്തി. ജീവനറ്റതെങ്കിലും ശ്യാമിൻ്റെ അവശേഷിച്ച ശരീരം അതിമനോഹരം തന്നെയായിരുന്നു. അതിനാൽ കാട്ടിലെ പക്ഷികളും മൃഗങ്ങളും അതിനു ചുറ്റും മോഹമുഗ്ധരായി നിന്നു. ഒരു ചിതലിനോ ഒരു കഴുകനോ ഒരു നായയ്ക്കോ അത് തൊടാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അവസാനം ചടങ്ങുകൾ നിർവഹിക്കുന്നതിനായി അത് അർജുനന് വിട്ടുകൊടുത്തു. ആദ്യം അർജുനൻ ശ്യാമിൻ്റെ ശരീരം ദഹിപ്പിക്കുന്നതിന് വിസമ്മതിച്ചുകൊണ്ട് അതിൽ വെറുതെ പറ്റിപ്പിടിച്ചു കിടന്നതേ ഉള്ളൂ. അപ്പോൾ അയാൾ ഒരു വിചിത്ര കാഴ്ച കണ്ടു. ഒരു താപസൻ പാറയിൽ നിന്നും താമര വളരുമെന്നും പ്രത്യാശിച്ചുകൊണ്ട് ഒരു പാറമേൽ വെള്ളം കോരിയൊഴിച്ചു കൊണ്ടിരിക്കുന്നു. അത് യുക്തിഹീനമാണ്, അർജുനൻ പറഞ്ഞു. ഒരു ശവശരീരത്തിന് ജീവൻ നൽകാൻ നിങ്ങളുടെ കണ്ണുനീരിന് കഴിയുമെന്ന് പ്രത്യാശിച്ച് അതിനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നതിൻ്റെ അത്ര യുക്തിഹീനമല്ല എൻ്റെ പ്രവൃത്തി. താൻ ശിവൻ തന്നെയാണെന്ന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് ആ താപസൻ പ്രതിവചിച്ചു. ശിവൻ അപ്രത്യക്ഷനായി. പിന്നീട് ചക്രവാളത്തിൽ അർജുനൻ ഒരു വിചിത്ര ജീവിയെ കണ്ടു. മനുഷ്യൻ്റെ കൈയുള്ള ഭാഗികമായി പൂവൻകോഴി, മയിൽ, സിംഹം, കാള, ആന, മാൻ, കടുവ, സർപ്പം എന്നിവയെല്ലാമായ ഒരു വിചിത്ര ജീവി. അത് ഒരു വികൃത ജന്തുവാണ് എന്ന് നനച്ച് അതിനെ ആക്രമിക്കുവാനായി അയാൾ തൻ്റെ വില്ലുയർത്തി. പക്ഷേ അപ്പോൾ ആ ജീവിയുടെ കയ്യിൽ അയാൾ ഒരു താമരപ്പൂവ് കണ്ടു. അത് ശ്യാമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഭൂതകാലം വിട്ടുകളയുവാൻ അനുവദിക്കുക എന്ന് ശിവൻ പറയുമ്പോൾ പോലും അർജുനന് ഈ കാഴ്ച ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷ നൽകി. പിന്നെ അർജുനൻ ശ്യാമിൻ്റെ അവസാന ചടങ്ങുകൾ നിർവഹിക്കുവാൻ തുടങ്ങി. ചിതയ്ക്ക് തീ കൊളുത്തുമ്പോഴും ദ്വാരാവതിയിലെ സ്ത്രീകൾ അലമുറയിട്ടു. ദൈവത്തിന് ഇനിമേൽ ഭൂമിയിൽ കൂടി നടക്കാനാവില്ല. അത് കലിയുഗത്തിൻ്റെ ഉദയമാണ്. അതിരുകൾ അടിച്ചമർത്തുന്നതും നിയമലംഘനങ്ങൾ സാധാരണവുമായി മാറുന്ന കലിയുഗത്തിൻ്റെ. ഒഡിയ മഹാഭാരതത്തിൽ കൃഷ്ണന് തന്നെ അർജുനൻ സ്പർശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും അത് ചെയ്യരുതെന്ന് സഹദേവൻ അർജുനനെ വിലക്കുന്നുണ്ട്. കടൽ തീരത്ത് കൃഷ്ണൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അർജുനൻ കൃഷ്ണനെ കാണുന്നുണ്ട്. കൃഷ്ണൻ അയാളെ സ്പർശിക്കുവാൻ കൊതിക്കുന്നുമുണ്ട്. പക്ഷേ അർജുനൻ വഴങ്ങിയില്ല. അവസാനം തൻ്റെ ഗാണ്ഡീവത്തിൽ സ്പർശിക്കുന്നതിന് അയാൾ കൃഷ്ണനെ അനുവദിച്ചു. കൃഷ്ണൻ വില്ലിൽ സ്പർശിച്ചതും വില്ലിൻ്റെ സകല സ്വർഗീയ ശക്തിയും അപ്രത്യക്ഷമാകുന്നു. കൃഷ്ണൻ മരിക്കുകയും ചെയ്യുന്നു. ശരീരം സംസ്കരിക്കുന്നതിനായി അർജുനനും ജരയും തയ്യാറെടുപ്പുകൾ നടത്തവേ കൃഷ്ണൻ്റെ ചേതനയറ്റ ശരീരം നശിപ്പിക്കുന്ന അഗ്നിക്ക് ഇന്ധനമായി തീരുവാൻ ആഗ്രഹിക്കാത്തതിനാൽ എല്ലാ വൃക്ഷങ്ങളും അപ്രത്യക്ഷരായിരിക്കുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവസാനം ശരീരം ദഹിപ്പിച്ചു. പക്ഷേ കൃഷ്ണൻ്റെ പിണ്ഡം അവശേഷിപ്പുകൾ ബ്രാക്കറ്റിൽ കത്തിപ്പോകാതെ അവശേഷിച്ചു. അത് കടലിലേക്ക് എറിഞ്ഞു. അത് ഒരു തടിക്കഷ്ണത്തിൻ്റെ രൂപത്തിൽ പൊങ്ങിക്കിടന്നു. ഇന്ദ്രദ്യുമ്നൻ
അതിൽ നിന്നാണ് പുരിയിൽ സംരക്ഷിച്ചിരിക്കുന്ന ജഗന്നാഥൻ്റെ പ്രശസ്തമായ പ്രതിമകൾ ശില്പവേല ചെയ്ത് നിർമ്മിച്ചത്. ഋഗ്വേദത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വരിയുണ്ട്. അങ്ങ് ദൂരെയുള്ള ഒരു കടലിൽ അങ്ങനെ തന്നെ പൊങ്ങിക്കിടന്ന ഒരു തടി കൊണ്ട് നിർമ്മിച്ച പുരുഷോത്തമൻ എന്ന പേരുള്ള ഒരു ദൈവത്തിൻ്റെ വിഗ്രഹമുണ്ട്. നശിപ്പിക്കുവാൻ കഴിയാത്ത ആ തടിയെ ആരാധിക്കുന്നതിലൂടെ പരമോന്നതമായ സ്ഥാനം നേടാം. 9 ഭാഗങ്ങൾ സംയോജിച്ചിട്ടുള്ള ജീവിയെ നവഗുഞ്ചരൻ എന്ന് വിളിക്കുന്നു. സരളദാസ് രചിച്ച ഒഡിയ മഹാഭാരതത്തിൽ അത് കൃഷ്ണൻ്റെ രൂപമായി വർണ്ണിച്ചിട്ടുണ്ട്. കൃഷ്ണൻ്റെ വിശ്വരൂപത്തിൻ്റെ ഒരു പ്രാദേശിക വ്യാഖ്യാനമായി അത് സങ്കല്പിക്കപ്പെടുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ഭാഗമായ ദ്വാരാവതിയുടെ പതനം എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്